സുന്ദരനായ ഈ ചൈനീസ് ഓറഞ്ചിന്റെ കൊച്ചുമരത്തിൽ ഒരു കിളി വന്ന് കൂടുകൂട്ടിയിട്ടുണ്ട്. പൂത്താങ്കിരി. അവരുടെ മുട്ടകളോ അതീവ സുന്ദരം. കൂടിന്റെ നിറവും കിളിയുടെ നിറവും ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെ. പക്ഷെ എങ്ങനെ ഈ നീല നിറം മുട്ടകൾക്ക് കിട്ടിയെന്നറിയില്ല. ടേലർ ബേർഡ്, സൺബേർഡ്, ബുൾബുൾ ഒക്കെ കൂടുകൂട്ടാറുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു പൂത്താങ്കിരി വന്ന് കൂടുകൂട്ടിയത്. അതുകൊണ്ട് തന്നെ കൗതുകം ഞങ്ങൾക്ക് ഏറെയായിരുന്നു. സത്യത്തിൽ ഈ കിളികളേക്കാൾ ഞങ്ങൾക്കായിരുന്നു ആകാംക്ഷ നിറയെ. അങ്ങനെ ആദ്യത്തെ മുട്ട വിരിഞ്ഞു. കിളിക്കുഞ്ഞിന് ഒരനക്കം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മയാണെന്ന് കരുതി വാ പൊളിച്ച് കരയാനുള്ള നേരെയുള്ളൂ. ശബ്ദമില്ല കേട്ടോ, ആക്ഷൻ മാത്രം. ഇവർക്ക് പൊതുവെ 7 സിസ്റ്റേഴ്സ് എന്നൊരു പേരുണ്ട് ഇംഗ്ലീഷിൽ. കാരണം ഇവർ കൂട്ടമായിട്ടാണ് എപ്പോഴും നടക്കുക. ഈ കൂടിന്റെ ചുറ്റും നമുക്ക് ആ കൂട്ടായ്മ കാണാം. മിക്കവാറും ആരെങ്കിലും ഒക്കെയായി കൂടിന്റെ ചുറ്റും കാവലുണ്ടാവും. അച്ഛനും അമ്മയും പിന്നെ ആരൊക്കെയോ ചേർന്നാണ് ഈ കൂടുണ്ടാക്കിയിരിക്കുന്നത്. കാടിന്റെ കാവൽക്കാരെന്നൊരു പേരുണ്ട് ഇവർക്ക്. കാരണം ശത്രുക്കൾ വന്നു കഴിഞ്ഞാൽ ആദ്യം അറിയിക്കുന്നത് ഇവരാണത്രേ. കിളിക്കൂട്ടിൽ ഉറുമ്പുകളെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് പരിഭ്രമമായിരുന്നു. വൈകുന്നേരം അമ്മക്കിളി വന്ന് ഉറുമ്പുകളെ മുഴുവൻ പെറുക്കി തിന്നുന്നതാണ് ഈ കാണുന്നത്. അപ്പോഴാണ് ഞങ്ങൾക്കൊന്ന് സമാധാനമായത്. പക്ഷേ ദാ കാക്ക എല്ലാ പ്രതീക്ഷകളെയും തകർത്തെറിഞ്ഞുകൊണ്ട്, കാക്കയാണെന്ന് തോന്നുന്നു, 2 കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയി. നിരാശ ഞങ്ങൾക്കായിരുന്നു ഏറെ. എത്ര കാവൽ നിന്നാലും ചില വിധിയെ തടുക്കാനാവില്ലല്ലോ. താഴെ ഒരു പൂച്ച വന്നിരുന്നാൽ മതി, അവരിങ്ങനെ ബഹളം വെച്ച് പ്രശ്നം ഉണ്ടാക്കും. ഇവരുടെ ഈ ബഹളം വയ്ക്കൽ തന്നെയാണല്ലേ നമുക്ക് ഇവരെ പ്രിയപ്പെട്ടവരാക്കുന്നത്. അടുത്ത ദിവസവും എത്തി വലിഞ്ഞ് ഞങ്ങൾ കൂട് നോക്കി. ബാക്കിയുള്ള ആ മുട്ട വിരിഞ്ഞിട്ടുണ്ട്. ഒരു കിളിക്കുഞ്ഞ്. മനസ്സ് നിറയെ പ്രതീക്ഷകൾ നിറഞ്ഞു. അടുത്ത ദിവസം കുറച്ചുകൂടി ആരോഗ്യം വെച്ചു. അങ്ങനെ ഓരോ ദിവസത്തെ മാറ്റങ്ങളും ഞങ്ങളിങ്ങനെ കൺനിറയെ കണ്ടു നിന്നു. കൂട്ടത്തിൽ നിന്നും 2 സഹോദരങ്ങൾ ഇല്ലാതായത് ഈ കിളിക്കുഞ്ഞ് അറിഞ്ഞിട്ടേയില്ല. ഒരു സമൂഹത്തിൽ കുഞ്ഞിനുള്ള സ്ഥാനം ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നോക്കുന്നത് കണ്ടാൽ മനസ്സിലാവും. ഒരു കൂട്ടം ആളുകളുടെ സംരക്ഷണത്തിലാണ് ഒരു കുഞ്ഞ് വിരിഞ്ഞു വളരുന്നത്. ഇപ്പൊ കണ്ടോ, ചിറകിന് കുറച്ചുകൂടി കട്ടിവെച്ചു. ഒരു കറുപ്പൊക്കെ വന്നു തുടങ്ങി. കുഞ്ഞു കുഞ്ഞു പുഴുക്കളെയൊക്കെ അമ്മക്കിളിയോ കൂട്ടത്തിലുള്ള മറ്റു കിളികളോ കൊണ്ടു കൊടുക്കുന്നത് കാണാറുണ്ട്. പക്ഷേ അതിന്റെ ഒന്നും വീഡിയോ എടുക്കാനായി സാധിച്ചില്ല. ഇപ്പൊ കിളിക്ക് ശബ്ദമുണ്ടാക്കുന്ന പ്രായമൊക്കെ ആയെന്ന് തോന്നുന്നു. പക്ഷെ നമ്മളെ കണ്ടാൽ സൈലന്റ് ആയിട്ട് കിടക്കുകയുള്ളൂ. ഓരോ ദിവസവും ഇവരുടെ വളർച്ച വേഗത്തിലാവുകയാണ്. ഇപ്പൊ കണ്ടില്ലേ, ചിറകുകളൊക്കെ മുളച്ചു കഴിഞ്ഞു. എന്നെ രൂക്ഷമായി നോക്കുന്നുണ്ട്. അത്ര പിടിച്ചില്ലെന്ന് തോന്നുന്നു. അങ്ങനെ പൂർണ്ണ രൂപത്തിലുള്ള കിളിയായി. പക്ഷെ ഇയാൾ പറന്നു പോകുന്നതൊന്നും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല. കയ്യിലെടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ അതങ്ങ് വേണ്ടെന്ന് വെച്ചു. ഇങ്ങനെ കണ്ട പിറ്റേ ദിവസം അവർ പറന്നുപോയി. എന്തായാലും അവരുടെ സന്തോഷം, അവരുടെ ജീവിതം, അവരുടെ പ്രൈവസി അവർ നന്നായി ആഘോഷിക്കട്ടെ.